നമസ്കാരം. ശിവ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് BA-BSc തേർഡ് സെമസ്റ്ററിൻ്റെ പാഠപുസ്തകമായ ഭാഷാവബോധവും സർഗാത്മകതയും എന്ന പാഠപുസ്തകത്തിലെ സർഗാത്മകത എന്നാൽ എന്ത് എന്ന M. തോമസ് മാത്യുവിൻ്റെ ലേഖനത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഈ ലേഖനത്തിൻ്റെ രണ്ടാം ഭാഗം സൃഷ്ടിയും ആസ്വാദനവും എന്നുള്ളതാണ്. അതായത് ഒരു കവിത അല്ലെങ്കിൽ എന്തായാലും ഏത് കലാരൂപത്തിൻ്റെ ആയാലും സൃഷ്ടിയും അതിൻ്റെ ആസ്വാദനവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ ലേഖകൻ നമ്മോട് വിവരിക്കുന്നത്. കുമാരനാശാൻ കാവ്യദേവതയുടെ മുമ്പിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ലേഖനം ആരംഭിക്കുന്നത്. അപ്പൊ കാവ്യദേവത എന്ന് പറഞ്ഞാൽ ആ ദേവതയുടെ രൂപം എന്താണ്, അവൾ എവിടെയാണ് കുടികൊള്ളുന്നത് എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാകും. അപ്പോൾ വിജ്ഞാന സമുദ്രത്തിന്റെ അങ്ങേയറ്റത്തെ പാണ്ഡിത്യമുള്ളവരാണ് ഞങ്ങൾ, വിജ്ഞാനം മുഴുവൻ നേടിക്കഴിഞ്ഞവരാണ് എന്ന് വളരെ ഗർവ് കൊള്ളുന്നവരിൽ അഹങ്കരിക്കുന്നവർക്ക് പോലും അങ്ങനെ ഒരു ദേവതയുടെ രൂപം കണ്ടതായി പറയാൻ കഴിയില്ല. അത് ക്ഷിപ്രഗോചരമല്ല എന്ന് ഇവിടെ ലേഖകൻ പറയുന്നു. ക്ഷിപ്രഗോചരം പെട്ടെന്ന് കാണാവുന്നത് അല്ല. പൗരുഷം കൊണ്ട് സ്വയാർജിത വൈഭവം കൊണ്ട് ആ ചാരുദ്യുതി, അതായത് ആ ഒരു ദേവതയുടെ രൂപം കാണാമെന്നൊരു മോഹം വേണ്ട. 6 ഇന്ദ്രിയങ്ങൾക്കപ്പുറം മറ്റൊരു 7ാം ഇന്ദ്രിയം വേണമെന്ന് കവി പ്രാർത്ഥിക്കുന്നു. ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന ആദ്യ ഭാഗത്ത് കുമാരനാശാൻ നടത്തുന്ന ഒരു കാവ്യദേവതയോടുള്ള പ്രാർത്ഥന. അതിനകത്ത് പറയുന്നു, വിനയമോടെയാണ് ഞാൻ നിന്റെ മുന്നിൽ വരുന്നത്, പൗരുഷത്തോടെ അല്ല. അപ്പോൾ നിത്യകന്യകയായവളെ, ഞാൻ പാഴാകും മരുവിൽ അലഞ്ഞു, നീ വാഴാറുള്ള അരമനയിലൊക്കെ നിന്നെ തേടി, പക്ഷേ നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, കാവ്യദേവതയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എനിക്കൊരു 7ാം ഇന്ദ്രിയം കൂടെ തരണേ എന്ന് കവിയുടെ പറയുന്നു. കാര്യം ശരി തന്നെ. പക്ഷേ ഇങ്ങനൊരു കാവ്യദേവതയെ കണ്ടെത്തിയില്ല എന്ന് കരുതി അലസനായിട്ടിരിക്കാൻ മനുഷ്യന് കഴിയുമോ? അതുകൊണ്ട് എവിടെ വരെയാണ് നമ്മുടെ അന്വേഷണവും പഠനവും എത്തിച്ചേരുന്നതെന്ന് ചിന്തിക്കാൻ പലരും ഈ ഒരു കാവ്യദേവതയെ കണ്ടെത്തുന്ന ഉദ്യമത്തിനായി പരിശ്രമിക്കുന്നുണ്ട്. ആശാന്റെ വരികൾ കാവ്യകലയുടെ 7ാം ഇന്ദ്രിയം എന്ന കവിതയിലെ വരികളാണ്. മനുഷ്യന്റെ ഒരു പ്രകൃതം അനുസരിച്ച് ഏത് അജ്ഞേയമായ രഹസ്യത്തെയും തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവനാണ് മനുഷ്യൻ. അപ്പം അത് മനുഷ്യന്റെ പ്രകൃതിയാണ്, മനുഷ്യന്റെ സ്വഭാവമാണ്. അജ്ഞാതമായ ഒന്നിനെയും കാത്തു സൂക്ഷിക്കാൻ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാത്തിനെയും കുറിച്ചൊരു അറിവ് വേണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്? അജ്ഞാതമായിരുന്നതെല്ലാം അജ്ഞാതമാണ് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും പ്രാകൃത യുഗത്തിൽ തന്നെ കഴിയുമായിരുന്നു. പതുക്കെ മനുഷ്യൻ എന്ത് ചെയ്തു? നമ്മുടെ യുക്തിക്കും വിശ്വാസത്തിനും നിരക്കാത്ത കാര്യങ്ങൾക്ക് കൂടെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കാര്യങ്ങൾ കൂടെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പോഴും പരമമായ സത്യം നമ്മുടെ പിടിയിലൊന്നും കിട്ടാതെ അത് വഴുതി നടക്കും. അപ്പൊ നമുക്കറിയാമല്ലോ, നമ്മൾ നടന്ന് വരുമ്പോൾ ദൂരെ ചക്രവാള സീമ ഉണ്ടാവും, അതായത് ആകാശത്തിന്റെ അങ്ങേയറ്റം. നമ്മൾ നടന്നു ചെല്ലുന്തോറും അത് ആ അങ്ങേയറ്റം ചക്രവാള സീമ കുറെ കൂടെ പുറകിലേക്ക് പോകുന്നതായിട്ട് തോന്നും. അപ്പം ചക്രവാള സീമയോളം എത്താൻ ആർക്കും സാധ്യമല്ല. ഓരോ പദം വയ്ക്കുമ്പോഴും അത് അകലും. അതുകൊണ്ട് തന്നെ യുക്തിക്ക് അതീതമാണ് ചില കാര്യങ്ങൾ എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവൻ മന്ദബുദ്ധിയാണ്. യുക്തിക്ക് വഴങ്ങാത്തത് എല്ലാം അസത്യമാണെന്ന് പറയുന്നവരും ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, ഓരോ കാര്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്താനുള്ളതിന് വേണ്ടി ആലോചനയിൽ ഏർപ്പെടുക തന്നെ വേണം. യുക്തിക്ക് വഴങ്ങാത്തതിന് അസത്യം എന്ന് പറഞ്ഞ് ശഠിച്ചു നിൽക്കുന്നതും ശരിയല്ല. അങ്ങേയറ്റം വരെ എത്തും എന്ന് വിചാരിച്ച് പുറപ്പെടേണ്ട, എന്നാൽ എത്തുകയില്ല എന്ന് വിചാരിച്ച് പുറപ്പെടാതിരിക്കുകയും വേണ്ട. ഇവിടെ ലേഖകൻ പറയുന്നു, എത്തിച്ചേരാത്ത യാത്രകളും ആഹ്ലാദകരമാണ്. അപ്പൊ മനോസഞ്ചാരത്തിലെങ്കിലും, മനസ്സിന്റെ സഞ്ചാരത്തിലെങ്കിലും നമുക്ക് നാടോടികളെ പോലെ ഇങ്ങനെ അലഞ്ഞു നടക്കുക, അതായത് ആലോചനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കലാസൗന്ദര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ചില സന്ദർഭങ്ങളിൽ ഒരേ കാലത്ത് ഒരുപാട് പ്രതിഭകൾ ഒരുമിച്ച് ധാരാളം രചനകൾ നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് എവിടെയോ ഒരിടത്ത് ഉയർന്ന ഒരലയുടെ അനുരണനങ്ങൾ മറ്റൊരിടത്തേക്ക് വ്യാപിക്കുന്ന അക്ഷയുഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ ഇങ്ങനൊരു പ്രതിഭാസം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ യൂറോപ്പില് നവോത്ഥാന കാലഘട്ടം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒലികൾ എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും എത്തി. അത് കലാവൈഭവങ്ങളിലൂടെ സഞ്ചരിച്ച് ചിത്രകലയിൽ, പ്രതിമാ നിർമ്മാണത്തിൽ, വാസ്തുവിദ്യയിൽ, സംഗീതത്തിൽ, ചിന്തയിൽ, എന്തിനുപരി ചിന്തയിൽ വരെ യൂറോപ്പിലെ ഉണ്ടായ നവോത്ഥാനത്തിന്റെ അലയൊലികൾ എത്തി. അപ്പൊ അതൊരു സമസ്ത മേഖലകളിൽ എന്തൊക്കെയാണോ നമ്മൾ പ്രകടിപ്പിക്കുന്ന ആവിഷ്കരണത്തിന്റെ സമസ്ത മേഖലകളിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഉണർവ് പ്രകടമാകുന്ന കാലഘട്ടമായിരുന്നു യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തിന്റെ കാലഘട്ടം. അപ്പൊ ഏതൊരു പാഴ്ചെടിക്കും ഒരു പൂവിനെ വിടർത്തി കാണിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇക്കാലം, അതായത് യൂറോപ്പിലുണ്ടായ നവോത്ഥാന കാലഘട്ടം സാഹിത്യത്തിലും മറ്റും പ്രതിഭയുടെ വസന്തകാലമായി മാറിയത്.
എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സർഗശക്തിയുടെ പരാഗം അന്തരീക്ഷം മുഴുവനും വ്യാപിക്കുകയായിരുന്നു. അതുപോലെ എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തിലെ സമ്പദ്ഘടനയെയും സാമൂഹ്യ ബന്ധങ്ങളെയും വിശകലനം ചെയ്യാൻ വേണ്ടി ഷേക്സ്പിയറെ പോലെ ഒരു പ്രതിഭ വേണ്ടിവന്നു. അതുകൊണ്ടാണ് ഷേക്സ്പിയർ എന്ന ഒരു ഒരു സാഹിത്യകാരൻ ഉണ്ടായത് എന്നാണ് ജോൺ മെയ്നാർഡ് കെയ്ൽസ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നോർവീജിയൻ രക്തത്തിൽ ഇത്രമാത്രം നാടകീയത കലർന്നത് എന്ന് അമ്പരപ്പോടെങ്കിലും നമുക്ക് ചോദിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇതിനെല്ലാം വ്യക്തമായ ഒരു ഉത്തരത്തിൽ ചെന്നെത്താൻ നമുക്ക് സാധ്യമല്ല. എന്നാലും ഈ ചില ചരിത്രത്തിന്റെ ചില സന്ധികളിൽ കാലങ്ങളിൽ ചില ഭൗതിക സാഹചര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വസന്തങ്ങൾ ഉണ്ടാവുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ദുരന്ത നാടകത്തിന്റെ ചരമം, ഡെത്ത് ഓഫ് ട്രാജഡി എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ജോർജ് സ്റ്റീനർ. ഈസ്കലിസ്, സെഫോക്ലിസ്, യൂറിപ്പിഡസ് എന്നിവർക്ക് ശേഷം ഗ്രീക്ക് ദുരന്ത നാടകം അസ്തമിച്ചു. അപ്പൊ ഗ്രീക്ക് സാഹിത്യം തന്നെ ദുരന്തമയമാണെന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ഡെത്ത് ഓഫ് ട്രാജഡി അല്ലെങ്കിൽ ദുരന്ത നാടകം എന്നൊരു ദുരന്ത നാടകങ്ങളുടെ ഒരു അവസാനം ഗ്രീക്കിൽ ഉണ്ടായത് എന്നൊരു ചോദ്യം സ്റ്റീനർ ഉന്നയിക്കുന്നു. അപ്പൊ യവനന്മാരുടെ നാടകകല അല്ലെങ്കിൽ ഗ്രീക്കുകാരുടെ നാടകകല മഹിതമായ മാതൃകകളെ അവതരിപ്പിച്ച് വിജയശ്രീലാളിതമായി നിന്ന കാലഘട്ടത്തിൽ തന്നെയാണ് എൻഡ് ഓഫ് ട്രാജഡിയും ഉണ്ടായത്. അക്കാലത്തെ ആത്മീയ അന്തരീക്ഷം, ധാർമ്മികമായ പരിഗണനകൾ, ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവയോടൊക്കെ അന്നത്തെ കലയ്ക്ക് ജൈവ ബന്ധമുണ്ടെന്ന് സമർത്ഥിച്ചുകൊണ്ട് അപ്രസക്തമായ ഒരു കാലത്ത് ട്രാജഡിക്ക് സൗഭാഗ്യത്തിന്റെ മേന്മയിലേക്ക് ഉയർന്നു പോകാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യൻ എത്ര വലിയ പ്രതിഭാശാലി ആയാലും ആകണമെങ്കിലും ചുറ്റും ഒരു സമൂഹം ഉണ്ടായിരിക്കണം. അതായത് എത്ര വലിയ പ്രതിഭാശാലി ആവണമെങ്കിലും അവൻ ഒറ്റയ്ക്കല്ല, ചുറ്റും അവനെ ചുറ്റി ഒരു സമൂഹം ഉണ്ടായിരിക്കണം. കലാകാരൻ നാട് കടത്തപ്പെട്ടവനാണെന്ന് ജെയിംസ് ജോയ്സിന്റെ നോവലിൽ പറയുന്നുണ്ട്. പക്ഷെ നാട് കടത്തണമെങ്കിലും അയാൾക്കും ഒരു നാട് ഉണ്ടായിരിക്കണ്ടേ എന്നുള്ളതാണ്. കല സാധ്യമാകുന്ന വസ്തുനിഷ്ഠ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നമുക്ക് വിശകലനം ചെയ്യാം. അതൊരു ചോദ്യത്തിന്റെ ഉത്തരവും കൂടെയാണ്. എന്താണ് കല സാധ്യമാക്കുന്ന വസ്തുനിഷ്ഠ സാഹചര്യങ്ങൾ എന്നത്? ശരീരശാസ്ത്രത്തിൽ അറിവുള്ളവൻ, നിഷ്ണാതനായവൻ ജീവന്റെ രഹസ്യം പിടികിട്ടിക്കൊള്ളും എന്ന് വിചാരിക്കുന്നതിലെ മൂഢത തന്നെയാണ് കലയുടെയും സാമൂഹ്യ ശാസ്ത്രം. അപ്പൊ ജീവശാസ്ത്രത്തിൽ വളരെയധികം അറിവുള്ളവൻ ചിന്തിക്കുകയാണ്, എനിക്കെന്ത് മനസ്സിലാകും, ജീവന്റെ പിന്നിലെ ഈ ഒരു രഹസ്യം എന്താണെന്ന് പിടികിട്ടും എന്നുള്ള ഒരു മൂഢത അവനിൽ ഉണ്ടാകും. കാലത്തിന്റെ സമൂഹത്തിന്റെ പ്രവണതകൾ എന്തുകൊണ്ടാണ് ചില വ്യക്തികളെ കലാസൃഷ്ടിക്ക് നിയോഗിക്കുന്നത്? അപ്പൊ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ചിലർ കലാസൃഷ്ടിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്തുകൊണ്ട്? ചില വ്യക്തികളിൽ മാത്രം ഈ പ്രവണതകൾ സൃഷ്ടിന്മുഖമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ എന്താണ് കാരണം? അപ്പൊ ഒരേ കാലാവസ്ഥയിൽ ഒരേ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക ഘടകങ്ങളിൽ ഒരേ അളവിൽ പങ്കാളിത്തം വഹിക്കുന്നവർ ഒരുപോലെ അല്ല പെരുമാറുന്നത് എന്ന സത്യം നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്തതാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പെരുമാറ്റ വൈചിത്ര്യം ഉണ്ടാകുന്നത്? അപ്പൊ നമുക്കതിന്റെ കാരണം കണ്ടുപിടിക്കാൻ, ഒരേ തലത്തിൽ ജീവിക്കുന്നവർ തമ്മിൽ പോലും സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നതിന് ഒരു കാരണം കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ലായിരിക്കും. മാർക്സിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ചരിത്രത്തിന്റെ വികാസം അടയാളപ്പെടുത്താനും എല്ലാത്തിന്റെയും ഒരു പശ്ചാത്തലം വെളിപ്പെടുത്താനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആചാര്യനാണ് കാൾ മാർക്സ്. യവന ദുരന്ത നാടകങ്ങൾ സാധ്യമാക്കിയ ഭൗതിക ഘടകങ്ങൾ വിശദമാക്കാൻ നമുക്ക് കഴിയും. പക്ഷേ യുഗാന്തരങ്ങളെ ത്രസിപ്പിച്ച് അവരുടെ ഗ്രീക്ക് നാടകങ്ങളുടെ സൗന്ദര്യപൂർണ്ണമയെ വിശദമാക്കാൻ നമുക്ക് കഴിയും. ഇതുകൊണ്ടോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് മിക്കവാറും പേർക്ക് ഈ ഒരു സാഹിത്യത്തിന്റെ സൗന്ദര്യപൂർണ്ണമയെ വിശദീകരിക്കുക എന്നൊരു വിവേകം ഉണ്ടായില്ല എന്നാണ്. എല്ലാത്തിന്റെയും ഭൗതിക സാഹചര്യം, പശ്ചാത്തലം വെളിപ്പെടുത്താനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ആചാര്യനാണ് കാൾ മാർക്സ്. അപ്പൊ അദ്ദേഹം യവന ദുരന്ത നാടകങ്ങൾ സാധ്യമാക്കിയ ഭൗതിക ഘടകങ്ങൾ വിശദമാക്കാൻ നമുക്ക് കഴിയും. പക്ഷെ യുഗാന്തരങ്ങളെ ത്രസിപ്പിച്ച് അവയുടെ സൗന്ദര്യ പൂർണ്ണമയെ വിശദീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു വിവേകം അദ്ദേഹം കാണിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആ വിവേകം കാട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇനി അടുത്ത പാരഗ്രാഫിൽ വരുന്ന ഒരു ചോദ്യം ആസ്വാദനത്തെ കുറിച്ചാണ്. എന്താണ് ആസ്വാദനം എന്നാണ്. അപ്പൊ സർഗാത്മകതയുടെ അനുഗ്രഹം കിട്ടിയിട്ടില്ലാത്തവരും സൃഷ്ടികൾ ആസ്വദിക്കുന്നു. അപ്പൊ നമുക്ക് ആസ്വാദകർക്കും സർഗാത്മകത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ്. അതില്ലാത്തവർക്കും ആസ്വാദനം ആകാം. സൃഷ്ടാക്കളും ആസ്വാദകരും ഒന്നുപോലെ പങ്കിടുന്ന മനോമണ്ഡലമാണ്. അതായത് ഇത് ഒരു കവിത അല്ലെങ്കിൽ ഒരു സാഹിത്യ രൂപം അല്ലെങ്കിൽ ഒരു ശില്പം സൃഷ്ടിക്കുന്ന ഒരു കലാകാരനും അത് കാണുന്ന ഒരു ആസ്വാദകനും തമ്മിലൊരു മാനസികമായ ഒരു അടുപ്പം ഉണ്ടായിരിക്കാം. ഭാരതീയ കാവ്യ ചിന്തകന്മാർ ആസ്വാദകരെ സഹൃദയർ എന്നാണ് വിളിക്കുന്നത്. അതായത് സമാന ഹൃദയമുള്ളവർ എന്നാണ് സഹൃദയൻ എന്ന വാക്കിന്റെ അർത്ഥം.
എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തിനൊത്ത് മറ്റൊരു ആളുടെ ഹൃദയം തുടിക്കുന്നു. ആരോ ഒരാൾ ലോകത്തെവിടെയോ എൻ്റെ ശബ്ദത്തിന് കാതോർത്തിരിക്കുന്നു എന്ന പ്രതീക്ഷയാണ് എഴുതാനുള്ള പ്രേരണ എന്ന് പല കവികളും പറഞ്ഞ് നാം കേട്ടിട്ടുണ്ട്. സുഗതകുമാരിയുടെ ഒരു കവിതയിൽ തന്നെ ഇങ്ങനെ ഒരു വരിയുണ്ട്, സമാന ഹൃദയ നിനക്കായി പാടുന്നേൻ എന്ന പേര്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്ന ഒരു കഥയായാലും കവിതയായാലും ശില്പമായാലും ചിത്രമായാലും നമ്മുടെ മാനസിക തലത്തിൽ നിന്നുകൊണ്ട് അതിനെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ആസ്വാദകൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഓരോ കലാകാരൻ്റെയും ലക്ഷ്യം. എന്നുടെ മുഖം അറിവിയില്ലെങ്കിൽ എങ്ങനെ ഉയിരിനെ അറിയുന്നു, അങ്ങനെ എങ്ങോ സമാന ഹൃദയ വസിക്കുന്നുണ്ടാം നീ. ഒരു സമാന ഹൃദയയായിട്ട് ആരോ എവിടെയോ എൻ്റെ ഉള്ളറിയുന്ന ഒരാൾ വസിക്കുന്നുണ്ടെന്നുള്ളതാണ് ഓരോ കവിയുടെയും പ്രതീക്ഷ. നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും ഏതൊക്കെ ചെവികളിൽ അത് അർത്ഥമായും അനുഭൂതിയായും പകർന്ന് അതിൻ്റെ ജന്മസാഫല്യം അടയുന്നു. അപ്പോൾ നമ്മൾ ആവിഷ്കരിക്കുക അല്ലെങ്കിൽ കലാരൂപങ്ങളിലെ ആവിഷ്കാരം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സംവേദന സമർത്ഥമായി ആവിഷ്കരിക്കുക. അപ്പോൾ എന്താണോ പറയേണ്ടത്, എന്താണോ ചിത്രീകരിക്കേണ്ടത്, അത് മറ്റൊരാൾക്കും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ ചിത്രീകരിക്കുക. വക്താവിലേക്ക്, പറയുന്ന ആളിലേക്ക് മടങ്ങുന്നതല്ല വാക്ക് എന്ന് വാൾട്ടർ ജെ ഓങ് പറയുന്നു. വക്താവിൽ തന്നെയുണ്ട് ഒരു ശ്രോതാവ്. ആ അപരസത്തതയോട് സംവാദിച്ചുകൊണ്ടാണ് ആവിഷ്കരണം നടക്കുന്നത്. പറയുന്ന ആളിൽ തന്നെ ഒരു ശ്രോതാവ്, കേൾവിക്കാരനും ഉണ്ട്. അപ്പൊ ആസ്വദിക്കുന്ന വേളയിൽ ആസ്വാദകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതെന്റെ വാക്കാണല്ലോ, അഥവാ ഇതാണല്ലോ ഞാൻ പറയാൻ ആഞ്ഞ വാക്ക് എന്നാണ്. വായന സൃഷ്ടി പ്രക്രിയയിലേക്ക് പ്രവേശിച്ച് അതിനെ തൻ്റേതാക്കലാണ്. അത് ശരിയാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ സാഹിത്യ രചനകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ഞാൻ പറയാൻ തുടങ്ങിയതാണല്ലോ, ഞാൻ എഴുതാൻ തുടങ്ങിയതാണല്ലോ എന്നൊരു ചിന്ത നമ്മിൽ ഉണ്ടാകുന്നു. അപ്പൊ ഇനി നമുക്ക് ഈ ആസ്വാദനത്തിന്റെ പൗരസ്ത്യ തലത്തിലേക്ക് പോകാം. രാജശേഖരൻ എന്ന ഭാരതീയ കാവ്യമീമാംസകൻ, ആലങ്കാരികൻ പ്രതിഭ രണ്ട് വിധമുണ്ട്, കാര്യയത്രിയും ഭാവയത്രിയും എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, കാര്യയത്രി പ്രതിഭ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഭയാണ്. ഭാവയത്രി പ്രതിഭ എന്ന് പറഞ്ഞാൽ ആസ്വാദനത്തിന് ആവശ്യമായ പ്രതിഭയാണ്. ഇവിടെ സഹൃദയനാണ് കാവ്യാസ്വാദനത്തിന്റെ അധികാരി എന്ന് സംസ്കൃത കാവ്യശാസ്ത്രം പറയുന്നു. സഹൃദയൻ എന്നാൽ നമ്മൾ പറഞ്ഞല്ലോ സമാന ഹൃദയമുള്ളവനാണ്. കവിയുടേതിന് സമാനമായ ഹൃദയമുള്ളവൻ എന്നർത്ഥം. ഈ സമാന ഹൃദയന്റെ മനസ്സിൽ ഉണ്ടാകേണ്ട പ്രതിഭയാണ് ഭാവയത്രി പ്രതിഭ എന്ന് രാജശേഖരൻ പറയുന്നു. അപ്പൊ അവിടെ രാജശേഖരന്റെ കാവ്യ സിദ്ധാന്തം എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ആസ്വാദകൻ കവിതയുടെ ഉപഭോക്താവ് മാത്രമല്ല, സ്വന്തം പ്രതിഭയാൽ കവിതയെ പുനഃസൃഷ്ടിക്കുന്നവൻ തന്നെയാണ്. എന്താണ് പുനഃസൃഷ്ടിക്കുക? വീണ്ടും ഒന്നുകൂടെ സൃഷ്ടിക്കുക. ഇനി അഭിനവഗുപ്തൻ എന്ന സംസ്കൃത വൈയാകരണൻ എന്താണ് പറഞ്ഞത്? രസാസ്വാദനം എങ്ങനെ എന്നത് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് അഭിവ്യക്തിയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നതിനെ നമുക്ക് ഇതിനോട് അന്വയിക്കാം. അതായത് ഒരാളിൻ്റെ മനസ്സിൽ, ഓരോ വ്യക്തികളുടെയും മനസ്സിൽ, സഹൃദയന്റെ മനസ്സിൽ ഉണരുന്ന രസം തന്നെയാണ് രസാസ്വാദനം എന്ന് പറയുന്നത്. ഭാവുകന്റെ മനസ്സിൽ നിദ്രാണമായി കിടക്കുന്ന ഭാവത്തെ ഉണർത്തി സാമാന്യവൽക്കരിച്ച് അതിനെ രസമാക്കി മാറ്റുകയാണെന്ന് മനഃശാസ്ത്ര അവബോധത്തോടെ ആര് പറയുന്നു? അഭിനവഗുപ്തൻ പറയുന്നു. അത് സൂക്ഷ്മമായ മനഃശാസ്ത്ര അപഗ്രഥനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കവിത കാവ്യാനുഭൂതിയെ അനുവാചകന്റെ മുന്നിൽ, ആസ്വാദകന്റെ ഉള്ളിൽ ഉണർത്തുകയല്ല ചെയ്യുന്നത്, നേരത്തെ തന്നെ ഉള്ളതിനെ ഉണർത്തുന്നു. അതായത് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാവങ്ങളെ ഉണർത്തുകയാണ് കവിത ചെയ്യുന്നതെന്ന് ആര് പറയുന്നു? അഭിനവഗുപ്തൻ. അപ്പൊ ഇവിടെ രാജശേഖരന്റെയും അഭിനവഗുപ്തന്റെയും സിദ്ധാന്തങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ മനുഷ്യനായി പിറന്ന് രണ്ട് കാലുകളിൽ നടക്കുന്ന ആർക്കും തന്നെ ആസ്വാദകനായി മാറാം എന്നല്ല ഇതൊക്കെ കാണിക്കുന്നത്. നല്ല ആസ്വാദകനാകാനും വേണം അധ്വാനം, കാവ്യാനുശീലനം കൊണ്ടും. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരാം, എന്താണ് നല്ല ആസ്വാദകന്റെ ലക്ഷണങ്ങൾ? കാവ്യാനുശീലനം കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ട് പാകപ്പെട്ട മനസ്സിലാണ് കവിതയുടെ അനുഭൂതികൾ ഉണരുന്നത്. അപ്പോൾ ആസ്വാദകനാണെങ്കിലും അവന്റെ ഹൃദയവും നന്നായി പാകപ്പെട്ടതായിരിക്കും. ഉത്തമ കവികൾ എത്രയുണ്ടോ അതിലും കുറവാണ് ഉത്തമരായ ആസ്വാദകർ എന്ന് പണ്ടേ ലോങ്കിനസ് പറയുന്നുണ്ട്. രണ്ടോ മൂന്നോ കവികൾ, രണ്ടോ മൂന്നോ കാവ്യങ്ങൾ എന്നാണ് മൗലികതയിൽ തരിമ്പം വിട്ടുവീഴ്ച ചെയ്യുകയല്ല മുരത്ത മൂല്യവാദികളുടെ നില. ഒന്നോ ഒരു മുറിയോ സഹൃദയൻ എന്ന് കൂട്ടിച്ചേർക്കാൻ, അതായത് ഒന്നോ രണ്ടോ കവികൾ, രണ്ടോ മൂന്നോ കവികൾ, രണ്ടോ മൂന്നോ കാവ്യങ്ങൾ എന്നിടത്തേക്ക് നമുക്ക് ഒരു കൂട്ടിച്ചേർക്കലൂടെ നടത്താം. എന്താണ്? ഒന്നോ ഒരു മുറിയോ സഹൃദയൻ. അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കാവ്യങ്ങളിലും കവിതകളിലും ചേർന്ന് നിൽക്കേണ്ട ഒരാളും കൂടെയാണ് സഹൃദയൻ എന്നുകൂടെ നമുക്കൊരു കൂട്ടിച്ചേർക്കൽ നടത്താം. അപ്പോൾ ഈ ഒരു പാഠഭാഗം നന്നായി വായിക്കുക. ഇതിലെ ചോദ്യങ്ങൾ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാകണമെങ്കിൽ പാഠഭാഗം കൂടെ വായിക്കുക. ഇതിലെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കാണാതെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.